അയ്യപ്പേട്ട, അങ്ങനെ നിലമ്പൂരിൽ അംഗം തുടങ്ങുകയാണ് മക്കളെ, തുടങ്ങുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ. ഒരു വശത്ത് അൻവറുണ്ട്. അൻവറിന്റെ വോട്ട് എന്താ പറയാ, UDF-ന്റെയും LDF-ന്റെയും ഒക്കെ കിട്ടുമെന്നുള്ള രീതിയിലാണ് അൻവർ നിൽക്കുന്നത്. കുറച്ച് വോട്ട് എന്തായാലും അൻവർ പിടിക്കും. അത് 2 ലക്ഷം വോട്ടേ ഉള്ളൂ കേട്ടോ. 2 ലക്ഷത്തിന് UDF-ന് ഇത്ര, LDF-ന് ഇത്ര, അൻവറിന് ഇത്ര, ഇപ്പുറത്ത് BJP-ക്ക് ഇത്ര എന്നുള്ളതായിരിക്കും കണക്ക്. ഈ അതിലൊരു ആശങ്ക തോന്നുന്നത് മലപ്പുറം അല്ല, നിലമ്പൂര് നിന്നും CPM-ന്റെ ചില കളികൾ, അതായത് സ്വരാജിനോട് അത്ര ആഭിമുഖ്യം CPM സഖാക്കൾക്കില്ല. കാര്യം ആനയിച്ചു കൊണ്ടുവന്നു, എതിരേറ്റ് കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ ഇത് ഉള്ളിൽ കിടന്ന് ചില ജെർക്കിംഗ് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും അത് അത്ര പോരാ എന്നുള്ളതാണല്ലോ. മലപ്പുറത്തെ ചില സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. പാർട്ടിയിലെ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്. അവരോടൊക്കെ സംസാരിച്ചപ്പോൾ അത്ര കണ്ട് ഒരു അടുപ്പം സ്വരാജിനോട് അവർക്കൊന്നുമില്ല. സ്വരാജ് നാട്ടുകാരനാണ്, പക്ഷെ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു ഗൾഫുകാരനാണ്. അങ്ങനെയാണ്. ഈ വല്ലപ്പോഴും വന്നു പോകുന്ന ഗൾഫുകാരന് ആ ഒരു ജംഗ്ഷനിൽ ഒരു കൊടി നാട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൊടിയുടെ സ്ഥാനമൊന്നും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അതറിയില്ലല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ ഒരു അന്യ ജില്ലയെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ ചെല്ലുമ്പോൾ ആ നാടിന് ഒരുപാട് മാറ്റങ്ങൾ വരും. ദിവസവും കാണുന്ന നാട് പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ അതിൻ്റെ എയർ പോലും നമുക്ക് ആ ഓറ പോലും വേറെ നായിട്ട് തോന്നും, അല്ലേ? അപ്പൊ അത്തരത്തിൽ അവിടെ വന്നു പോകുന്ന ഒരാളാണ് ഈ പറയുന്ന സ്വരാജ് എന്ന് പറയുന്നത്. സ്വരാജ് എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം ശരിയാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ആ ഭാഗത്തൊക്കെ കൂടി നടന്നു പോകുമ്പോൾ മറ്റു പാർട്ടിക്കാരെ കണ്ടാൽ പോലും, മറ്റു പാർട്ടിക്കാരെ അദ്ദേഹത്തിന്റെ തന്നെ മറ്റു സഖാക്കളെ കണ്ടാൽ പോലും ഒന്ന് മുഖമുയർത്തി നോക്കില്ല. അതായത് പ്രത്യേകിച്ച് ഈ പരാതി വരുന്നത് താഴേക്കിടയിലുള്ള സഖാക്കൾക്കായിരിക്കും. അതായത് അദ്ദേഹത്തിന്റെ ഹൈറാർക്കിന്ന് ഒരല്പം താഴെയുള്ളവർക്ക്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പൊ സ്വാഭാവികമായും ഈ സഖാവെ എന്ന് വിളിക്കുന്ന വിളിക്കൊരു, സഖാവ് എന്ന് പറഞ്ഞ കൂട്ടുകാരനാണ് അല്ലേ? ആ വിളിക്കൊരു പഞ്ചുണ്ട്, അത് ഉള്ളിത്തട്ടി വിളിക്കുന്ന. അപ്പൊ ആ ഉള്ളിത്തട്ടി വിളിക്കുമ്പോ ഞാൻ ചേട്ടനെ നോക്കി സഖാവെ എന്ന് വിളിക്കുമ്പോൾ ചേട്ടൻ ഞാൻ ബുദ്ധിജീവിയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ പോയാൽ എങ്ങനെ ഇരിക്കും? പ്രീത, അങ്ങനെയുള്ള നിരവധി സഖാക്കൾ CPM-ലുണ്ട്. അത് പ്രീതയ്ക്ക് അറിയില്ലല്ലേ? നിരവധി സഖാക്കളുണ്ട്. അതായത് നേരിൽ കണ്ടാൽ മുഖത്ത് നോക്കാതെ നിലത്ത് നോക്കി നടന്നു പോകുന്ന നിരവധി സഖാക്കളാണ്. അതൊക്കെ സാധാരണ സഖാക്കളെ നെഞ്ചത്ത് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് സ്വരാജ് ഒരിക്കലും ഒരു സഖാവ് അങ്ങനെ ആവരുത്. സ്വരാജ് അതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു പോകുന്ന ഒരാളിനെ പോലെയാണ് എന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ മലപ്പുറത്ത് പറഞ്ഞത്. അദ്ദേഹം ആദ്യം സ്ഥാനാർത്ഥി ആകണ്ട എന്ന് തലയിൽ കൈവച്ച് ഓടി എന്തുകൊണ്ടെന്നറിയോ? തന്നെ ഒരു വേള അവിടെയുള്ളവർ അംഗീകരിക്കുമോ എന്ന് അയാൾ ഭയപ്പെട്ടിരുന്നു. സ്വരാജ് ഭയപ്പെട്ടിരുന്നു. ആ ഭയം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഭയമുള്ള സ്വരാജിനെ ഇറക്കാമോ എന്ന് രാഹുൽ മാങ്കൂട്ടം മനഃപൂർവ്വം ചോദിച്ചതാണ്. അതിൽ യാതൊരു യുക്തിക്കുറവുമില്ല. രാഹുൽ മാങ്കൂട്ടം ചോദിച്ചു, ഏവർ അത് എടുത്തു എന്നൊക്കെ പറയുന്നത് മാങ്കൂട്ടം ചോദിച്ചുകൊണ്ട് എടുത്തതൊന്നുമല്ല. അത് ഈ പറയുന്ന 3 മന്ത്രിമാർ പിണറായി വിജയനെതിരെ വിജയൻ സഖാവിനെ ഞങ്ങൾ കയറ്റിവിട്ടതാണ്, എന്നിട്ട് ഞങ്ങളെ പിന്നെ കണ്ടാൽ അറിയുന്നില്ല എന്ന് പറയുന്നതും അതിനുശേഷമാണ് ഈ പറയുന്ന റെസിഡന്റ് എഡിറ്റർ ആയിട്ടുള്ള ദേശാഭിമാനിയുടെ സ്വരാജിനെ അവരങ്ങോട്ട് വിടുന്നത്. സ്വരാജിനെ റെസിഡന്റ് എഡിറ്ററായിട്ട് മത്സരിക്കാൻ വിടുന്നത് അത് അദ്ദേഹത്തിന്റെ തന്ത്രമാണ്. സ്വരാജിന്റെ അവസാന വാക്കാണ്. ചിലപ്പോൾ അദ്ദേഹം ജയിക്കില്ലെങ്കിൽ തീർന്നു സ്വരാജിന്റെ കരിയർ. അതിലും ഒരു കളിയുണ്ട്. അപ്പൊ സ്വരാജിനെ അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് പിന്നെ സ്വരാജ് ഇതുവരെ ഒന്നും അല്ലായിരുന്നല്ലോ. പിന്നെ അങ്ങനെ ഒതുക്കാൻ വേണ്ടി അതിനു വേണ്ടി നിർത്തേണ്ട കാര്യമുണ്ടോ? ഇത് ഞാനൊരു സത്യം കൂടെ പറയാം. അതായത് ഈ കണ്ണൂരുള്ള ചില സഖാക്കൾ, കോഴിക്കോടുള്ള ചില സഖാക്കൾ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടുകാരുടെ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാര്യം ഈ പറയുന്ന പോലെ ആ നാട്ടിൽ തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ച് അവിടുത്തെ പരിപ്പോടയൊക്കെ കഴിച്ച് അവിടുത്തെ ഒരു നേതാവിനോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് കൊച്ചിയിലെ ബന്ധങ്ങളോടൊക്കെയാണ് താല്പര്യം. വലിയ വലിയ ബന്ധങ്ങൾ താല്പര്യമുള്ളവരുണ്ട്. അതിന് നമ്മുടെ കൺമുന്നിൽ നിരവധി പേർ കണ്ണൂർ തന്നെയുള്ളവരുണ്ട്. ഇപ്പോൾ പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ആ ചേട്ടൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന ആളാണ്. തിരുവനന്തപുരത്ത് സഹകരണ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആ നാട്ടിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ എത്ര ആ നാട്ടുകാർക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം തുറന്നു പറയും. പിണറായി വിജയനോട് ആർക്കും താല്പര്യമില്ല, ആ നാട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, സ്വന്തം നാട്ടിലുള്ള ഒരു വിലയില്ല, അന്യ നാട്ടിലുള്ളവരോട് ഭയങ്കര. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ സ്വരാജ് മത്സരിച്ചു.
എം സ്വരാജ് തൃപ്പൂണിത്തുറക്കാരനായ അല്ലാത്ത എം സ്വരാജ് ബാബുവിനെ 1000-ലധികം വോട്ടിന് തോപ്പിച്ചു. മനസ്സിലായോ? ഒരു തവണ തോപ്പിച്ചു, രണ്ടാമത്തെ തവണ SNDP ആഞ്ഞു പണിയെടുത്തിട്ടാണ് ബാബു ജയിച്ചത്. അപ്പോൾ എം സ്വരാജിന് മലപ്പുറത്ത് പ്രശസ്തനാകണമെന്ന് ആഗ്രഹമില്ല. ചില ആൾക്കാർക്ക് സ്വന്തം നാടും വീടും താല്പര്യം ഉണ്ടാവില്ല, അവർ അന്യ സ്ഥലത്ത് ഹീറോ ആവാൻ പോകും. അതിലൊന്നാണ് ഈ മാങ്കൂട്ടം. അപ്പോൾ അവിടെ ഗൾഫുകാരനായി വരുന്ന എം സ്വരാജിനെ പ്രീത പറഞ്ഞ പോലെ സഖാവേ എന്ന് മുഖത്ത് നോക്കി പ്രീത പറഞ്ഞ ഞാൻ രംഗമാണെങ്കിൽ പറഞ്ഞുതരാം. കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷന്റെ നടയിൽ കൂടെ നടന്നു പോകുന്ന എം സ്വരാജ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപം. ദേശാഭിമാനി ഓഫീസ് അതിനടുത്താണ്. ദേശാഭിമാനി ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തമ്പാനൂരാണ്. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ പുത്തലത്ത് ദിനേശിനെ കാണാനായി ഇദ്ദേഹം വരുന്നു. VSന്റെ ഭരണകാലത്ത് മറ്റുമാണ്. പുത്തലത്ത് ദിനേശ് അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി. പുത്തലത്ത് ദിനേശനെയോ അതേ KN ബാലഗോപാൽ അല്ല, പുത്തലത്ത് ദിനേശനല്ല, KN ബാലഗോപാൽ അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി. VSന്റെ ഭരണകാലം. നടന്നു പോയി കൺട്രോൾമെന്റിന്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടിട്ട് മിണ്ടിയില്ല. അതാണ് നിങ്ങൾക്കറിയോ, തോമസ് ഐസക്കിനെ ഞാൻ എത്രയോ തവണ വന്ദേ ഭാരതിൽ അദ്ദേഹം കയറാൻ പോകുന്നത് എൻ്റെ ട്രെയിൻ, ലോക്കൽ ട്രെയിൻ, ഞാൻ വരുന്ന ജനശതാബ്ദി, ഞാൻ നോക്കുമ്പോൾ ജൂവയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും, തല ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, നെക്ക് ഇങ്ങനെ ഇരിക്കും. അറിയില്ല, ഇയാളൊക്കെയാണ് നമ്മളോട് വന്ന് വോട്ട് ചോദിക്കുന്നത്. ഇങ്ങനെ എത്ര സഖാക്കളെ നിങ്ങൾക്ക് കാണിച്ചു തരണം? പിണറായി വിജയൻ ആരെങ്കിലും മുഖത്ത് വെച്ചിരിക്കും? 55-75 പോലീസിനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ എം സ്വരാജ് എന്ന നേതാവിന് ഒരിക്കലും ഈ പറയുന്ന ഹൈപ്പ് കിട്ടുമോ എന്നും അറിയില്ല. കാര്യം സാധാരണ സഖാക്കളാണ്. ഇത്രയും താല്പര്യമില്ലെങ്കിൽ ഈ പാർട്ടിയിലുള്ള സഖാക്കൾ തന്നെ, അതായത് ഈ പാർട്ടിക്കാർ തന്നെ എന്താ പറയുക, പണി കൊടുക്കാൻ സാധ്യതയല്ലേ? കുറച്ച് പണി കൊടുക്കണമല്ലോ. കണ്ടാൽ നോക്കാത്തവനൊക്കെ വോട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ആൾക്കാർ ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. എടോ, ജനകീയർക്കേ വോട്ട് കിട്ടുള്ളൂ. എൻ്റെ നാട്ടിൽ VK പ്രശാന്ത് എന്ന് പറഞ്ഞൊരു MLA ഉണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് ജയിക്കണേ? അദ്ദേഹം മേയറായിരുന്നപ്പോൾ എന്തൊക്കെയാണ് ചെയ്തേ? യൂത്തിൻ്റെ വോട്ടാ. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നോക്കി പാർട്ടി കമ്മികൾ കുത്തണമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞു വരെ ചിലപ്പം ഫസ്റ്റ് വോട്ട് ചെയ്ത അങ്ങേർക്കായിരിക്കും, പ്രശാന്തിനായിരിക്കും. എന്തുകൊണ്ടാണ്? അതാണ് ജനകീയത എന്ന് പറയുന്നത്. ജനപ്രിയം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ പ്രജിതയുടെ വീട്ടിൽ ഒരു ആവശ്യം വന്നാൽ VK പ്രശാന്ത് MLA ആണെങ്കിൽ VK പ്രശാന്ത് അവിടെ വരും, വന്നിട്ട് പ്രജിതയുടെ ഹസ്ബൻഡിനോട് ചോദിക്കും എന്താ പറ്റിയത്. സഖാവ് ആയിരിക്കില്ല അദ്ദേഹം. സഖാവ് ആയിരിക്കില്ലെങ്കിലും പ്രശാന്ത് ചോദിക്കും. അവിടെയാണ് പ്രീതയുടെ അച്ഛനും പ്രീതയുടെ അമ്മയ്ക്കും ഭർത്താവിനും ഇഷ്ടപ്പെടുന്നത് എന്താണ്? VK പ്രശാന്ത് എന്ന MLA. അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ജനപ്രിയ നേതാക്കൾ ഇന്നൊരു 10 പേര് പോലും CPM ഇല്ല. അതാണ് പാർലമെന്ററി തലത്തിൽ CPM എത്തിക്കഴിഞ്ഞ് സുഖലോലുപതയിൽ എത്തുമ്പോൾ CPM പലതും മറക്കും. അത് അവരുടെ സംഘടനയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അവരുടെ സംഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ റിവ്യൂവിൽ പറഞ്ഞതേ ഉള്ളൂ, പാർട്ടിയുടെ റിവ്യൂവിൽ പറഞ്ഞതേ ഉള്ളൂ, മധുര പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഈ കരുതുന്ന പോലെ പാർട്ടി എന്ന് പാർലമെന്ററി തലത്തിൽ ഇത്രയധികം ഇതിൽ ഇൻവോൾവ് ആയോ? അതോടുകൂടി പാർട്ടിയുടെ CPM തത്വങ്ങളൊക്കെ പോയി. തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി അല്ല ഇപ്പോൾ. അല്ലെങ്കിൽ ഈ ആശാവാര സമരം ഇത്രയും നീണ്ടു. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എം സ്വരാജിന് ഈസി വാക്ക് ഓവർ ഒന്നും ഉണ്ടാവണമെന്നില്ല. എം സ്വരാജ് ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് പോകുമ്പോൾ അങ്ങാടിപ്പുറത്ത് അവിടെയാണെന്ന് പറഞ്ഞു, കോഴിക്കോട് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പിൽ കുട്ടി സഖാക്കളിൽ നിന്ന് ഈങ്കുലാവ് വിളിക്കുമ്പോൾ ഒരു വളിച്ച ചിരിയാണ് ചിരിക്കുന്നത്. എടോ, മനസ്സു തുറന്ന് ചിരിക്കണം ഒരു സഖാവ്. മനസ്സു തുറന്ന് ആശ്രയിച്ച് നിർത്തണം സഖാവിനെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരെ. അവിടെയാണ് VS നേതാവാകുന്നത്. അവിടെയാണ് VS ഒരു വലിയ നേതാവാകുന്നത്. പിണറായി വിജയനാകുന്നത്. ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ? ശരിയാണ് അല്ലേ? ഒരു അമ്മുമ്മ, മാറിൽ തുണി പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു അമ്മുമ്മ, ആ ചേർത്ത് നിർത്തുന്ന VSന്റെ ചിത്രമുണ്ട്. അത് ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിൽ നിന്നും വറുതിയിൽ നിന്നുമേ ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത്. അല്ലാതെ ഈ പറയുന്ന സ്വന്തം നാടിനെ മറന്ന് ഇറങ്ങി നടന്നിട്ട് തൃപ്പൂണിത്തുറ 10,000 വോട്ടിന് 1000 വോട്ടിനൊക്കെ ജയിച്ച് തൃപ്പൂണിത്തുറയുടെ ഹാഷ്ബൂഷുകാരെ കണ്ട് അങ്ങനെയാണ് നാട്ടുംപുറത്തുകാരനല്ലാതെ അവൻ മറ്റിടത്തേക്ക് പോകുമ്പോൾ അവൻ മറ്റൊന്നാകാൻ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള നിരവധി വ്യക്തികൾ അങ്ങനെയുണ്ട്. കിടക്കുന്നതും കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ തൻ്റെ മൂഡ് തന്നെ മറന്ന് പെരുമാറുന്ന എത്ര വ്യക്തികൾ നമ്മുടെ മുന്നിലുണ്ട്? ഇല്ലേ? ഉണ്ട്. അത്തരത്തിലൊരു വ്യക്തി മാത്രമാണ്. തൻ്റെ മൂഡ് മറക്കുന്നവൻ ഒരിക്കലും ഒരിടത്തെത്തില്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു നേതാവിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ് സഖാവേ എന്ന് എൻ്റെ അടുത്ത് മലപ്പുറത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ മലപ്പുറത്ത് ഇതിന് വോട്ടുള്ളതാണെന്ന് അറിയില്ല. അതൊരു പൊതുവികാരമാണ് മലപ്പുറത്തുകാരുടെ. ചിരിച്ചാലൊന്നും ചുമ്മാ വോട്ടൊന്നും കിട്ടില്ല, അല്ലേ? അണികൾ കൂടിയത് കൊണ്ടും വോട്ട് കിട്ടില്ല. ഇൻകുലാബ് വിളിക്കുകയും കുത്തുന്നിടത്തേ വോട്ടുള്ളൂ. ഇന്ന് UDFന്റെ നടക്കുന്നുണ്ട്. അവിടെയും തൊണ്ട പൊട്ടുമാറി വിളിക്കും. BRM ഷഫീറിനെ പോലെയൊക്കെയുള്ള വലിയ പൊട്ടിത്തെറി. BRM ഷഫീറിനെ അറിയാലോ, ചർച്ചയിലൊക്കെ വന്നിരിക്കുന്നത്. ഇറങ്ങി പോടാന്നൊക്കെ പച്ചയ്ക്ക് പറയും. ഈ BRM ഷഫീറിന് ഒരു ആവശ്യം വന്നാൽ പാർട്ടി കൂടെ നിൽക്കുമെന്നുള്ള രഹസ്യമായിട്ട് വെച്ച് BRM ഷഫീർ പറയും എനിക്കറിഞ്ഞൂടാ, എനിക്കാരുമില്ലെന്നേ പറയും. അതുപോലെ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ UDFന്റെ ഒരു കമ്മിറ്റി മീറ്റിംഗ് വെക്കുമ്പോൾ
ഇന്ന് പൊട്ടിത്തെറിക്കും ഒക്കെ ചെയ്യും. അതുപോലെ ഇദ്ദേഹം അവിടെ വല്ലപ്പോഴും വന്ന് പോകുന്ന ഒരു ഗൾഫുകാരനാണ് എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മളിതിൽ പറയാനുണ്ട്. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കമോ മറ്റോ വിഷയം ഉണ്ടായപ്പോൾ ചോദിച്ചു, പിന്നെ ഈ സുരാജ് നല്ല ബുദ്ധിമാനാണ് കേട്ടോ, ഭയങ്കര കണ്ണിങ് ആണ് ആള്. കാര്യം അദ്ദേഹം അഭിനവ് EMS ആവാൻ നടക്കുന്ന ആളാണ്, അഭിനവ് EMS ആണ്. അത് മനസ്സിലായല്ലോ. EMS ചുമ്മയെന്നല്ല പ്രസംഗിക്കുന്നത്, മണിക്കൂറുകൾ കുത്തിയിരുന്ന് വായിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. വായിക്കുന്നത് കാണുമ്പോൾ നമ്മൾ സ്വരാജിനെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, പുസ്തകപ്പുഴുവാണ്. അല്ല, പുസ്തകപ്പുഴു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രജിത. ഞാനൊരു സാഹിത്യകാരൻ്റെ പേര് പറയുന്നില്ല, മലയാളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രമുഖനായ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെ കാണാൻ തിരുവനന്തപുരത്ത് ഒരു കവിയാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഒരു പയ്യൻ, കാസർഗോഡുകാരൻ ഒരു പയ്യൻ ഡോക്ടറേറ്റ് നേടുന്ന അയാളുടെ കവിതകളിൽ പിന്നെ ഡോക്ടറേറ്റ് നേടാനായിട്ട് പഠിക്കുന്നൊരു പയ്യനാണ്. ഇപ്പം നമുക്ക് ചില കവിതകൾ വായിക്കുമ്പോൾ, വിഷ്ണു നാരായണൻ നമ്പൂരിയുടെ കവിത വായിക്കുമ്പോൾ പ്രജിത കവിത ഇഷ്ടപ്പെടുന്നതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ പേര് പറയുകയില്ല. ഇപ്പം അങ്ങനെ ഒരു പ്രമുഖ കവിയെ കാണാൻ ഒരു പയ്യൻ കാസർഗോഡ് നിന്ന് വരും. ഇത് നടന്ന സംഭവമാണ്. പിന്നെ വന്നിട്ട് ഞാൻ വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടോ, വായന മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയാം. ആ മനുഷ്യൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അദ്ദേഹം ഒരു കള്ളി മുണ്ട കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മറത്ത് വായിച്ചുകൊണ്ടിരിക്കുക. പാവം കാസർഗോഡ് നിന്ന് വരുന്നൊരു പാവം സാധാരണക്കാരൻ പയ്യനാണ്. അവൻ ഡോക്ടറേറ്റിന് കവിതകൾ അദ്ദേഹത്തിന് പഠിച്ചുകൊണ്ടിരിക്കുക, വരികൾക്കിടയിലെ അർത്ഥം അങ്ങനെ ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. അങ്ങനെ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ കവിയെ കാണാൻ വേണ്ടി വന്നതാണ്, പിന്നെ ഞാൻ ഇന്നടത്തുനിന്ന് വരികയാണ്. അവൻ്റെ ഭവ്യത, കൂപ്പുകൈ, അവൻ്റെ നിഷ്കളങ്കത. നിന്നിടത്തുനിന്ന് എഴുന്നേറ്റു, ഉടുത്തിരുന്ന മുണ്ട് താത്തിയിട്ടു, എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, ഞാനിതാ എഴുന്നേറ്റിട്ടുണ്ട്, കണ്ടോ, മതിയോ, പൊയ്ക്കോ. ഇതാണോ ഒരു കവിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അതുപോലെ വായിക്കുകയും അങ്ങനെ നിരവധി പേരുണ്ട്. സാഹിത്യകൃതികളിൽ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൃതികളായിരിക്കും. നിരവധി എഴുത്തുകാരുണ്ട് എൻ്റെ കൺമുന്നിൽ, നിരവധി പേരുണ്ട് എഴുത്തിൽ, സാഹിത്യത്തിൽ അങ്ങനെയുള്ളവർ. പെരുമാറാൻ അറിയില്ല. ഒരു മനുഷ്യനോട് പെരുമാറുമ്പോഴാണ് അത് പറയുന്നത്. പ്രഭാവർമ്മയും ഏഴാച്ചേരിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അളന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. ഏഴാച്ചേരി പടപ്പാട്ടുകാരനാണ്, പ്രഭാവർമ്മ കവിത്വം തുളുമ്പുന്ന ഭയങ്കരമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏഴാച്ചേരി അങ്ങനെയല്ല. ഏഴാച്ചേരി നമ്മളെ കൂടെ നിർത്തും. എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് ചോദിച്ച്, നമ്മളെ പേര് വിളിച്ച് ചോദിച്ചിട്ട് ഉടുത്തിരിക്കുന്ന മുണ്ടൊക്കെ അഴിച്ചിട്ട് നമ്മളെ കൂടെ ഒരാളായിട്ട് നിൽക്കും. സതീഷ് ബാബു പയ്യന്നൂർ, മരണപ്പെട്ട സതീഷ് ബാബു പയ്യന്നൂർ ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായിരിക്കുന്ന എം സ്വരാജിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് എന്താണ് എനിക്കറിയില്ല. നാട്ടുകാർ എത്രത്തോളം അത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ എനിക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു വെള്ളപ്പൊക്കമോ മറ്റോ പ്രളയമോ ഒക്കെ ഉണ്ടായി. ഇപ്പോൾ അവരെ നാട്ടിൽ ഒരു വിഷയമുണ്ടായി. അന്ന് എം സ്വരാജ് എത്തിയില്ലെന്ന്, എം സ്വരാജിന് അവിടെ അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എം സ്വരാജ് അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് കയറിയത്. ഇതേപോലത്തെ ആൾക്കാർ ചോദിക്കുമെന്നും ചിലപ്പോൾ നമ്മളെ മാപ്രകൾ അതൊക്കെ അറിയിച്ചു കൊടുക്കും. നിങ്ങളോട് ഇന്ന ചോദ്യമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എന്ന് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും. അത് കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്, അതിൽ തന്നെ പ്രകടന പരിധിയുണ്ട്. നമുക്ക് ചില കള്ളങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേര് നിരീക്ഷിക്കുന്നവരാണ് അല്ലേ? നമുക്ക് നിരീക്ഷണം ഉള്ളതായതുകൊണ്ട് ഈ കള്ളം പറയുമ്പോൾ അത് ഏച്ചുകെട്ടി പറയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും, കൃത്യമായിട്ട് ഏച്ചുകെട്ടി പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ കാണുന്ന ഇൻകുലാബ് വിളിയോ ഇപ്പം നമുക്കും ചിലപ്പോൾ ചില പ്രകടനങ്ങൾ കോരിത്തരിപ്പ് ഉണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടി നമുക്ക് ഇഷ്ടമുണ്ടോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടനത്തിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഇൻവോൾവ് ആവും. നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇൻകുലാബ് വിളിക്കും. അപ്പോൾ ഈ ഇൻകുലാബിലൊന്നും ഒന്നുമില്ല. വോട്ടായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിൽ പറയുന്ന പോലെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ച പോലെ മനുഷ്യനാകണം. ആദ്യം എം സ്വരാജ് കുനിഞ്ഞു നോക്കി നടക്കുന്നത് മാറി മുഖത്ത് നോക്കി ചിരിക്കാനെങ്കിലും മിനിമം പഠിക്കട്ടെ. എന്നിട്ട് നമുക്ക് വോട്ട് കൊടുക്കണോ വേണ്ടെന്ന് നാട്ടുകാർ തീരുമാനിക്കും.